Hello friends, welcome to OnPassive. OnPassive എക്കോസിസ്റ്റത്തിലെ എങ്ങനെ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഹൗ ടു രജിസ്റ്റർ OnPassive എക്കോസിസ്റ്റം. OnPassiveന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഇമെയിലിൽ വരുന്ന നിങ്ങളുടെ OnPassiveന്റെ ലിങ്ക് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് ലഭിക്കും. അതായത് തരത്തില് ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ രജിസ്റ്റർ ഹിയർ എന്നുള്ള ഈ ഭാഗത്ത് എന്റർ ഫസ്റ്റ് നെയിം, എന്റർ ലാസ്റ്റ് നെയിം, ക്രിയേറ്റ് യുവർ ഓൺ മെയിൽ. ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ ID പോലെ തന്നെ ഒരു മെയിൽ ID ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ മെയിൽ ID @gmail.com ചെയ്യുന്നത്. ഇവിടെ @omail.ai, അതായത് AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ ഇതിലാണ് നമ്മൾ നമ്മുടെ ഇത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സെയിം നിങ്ങളുടെ പേര് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു അഡ്രസ്സ് കൊടുത്തിട്ട് ഇവിടെ ബാക്കി ഭാഗം ഫില്ല് ചെയ്താൽ മതി. അതായത് @omail.ai എന്നുള്ളത് ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്കിവിടെ സപ്പോസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എൻ്റെ പേര് തന്നെ ഇപ്പൊ ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, ഒന്ന് എൻ്റെ പേര് ജബ്ബാർ KS, ഇപ്പൊ ഞാനിവിടെ കൊടുത്തു. അതുപോലെ തന്നെ ഓമെയിൽ ID ജബ്ബാർ KS @omail.ai എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് ഇമെയിൽ ID നിങ്ങളുടെ gmail.com ID തന്നെ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് പാസ്വേഡ് അടിക്കുക, ദെൻ പാസ്വേഡ് കൺഫേം ചെയ്യുക, ദെൻ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഞാനിത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതിന്റെ പേരിൽ ഇതിപ്പോ ഞാൻ ചെയ്യുന്നില്ല. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് OnPassiveന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ID നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് OnPassiveന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമുക്ക് ഇത് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇമെയിൽ ID ഉള്ള ആളുകൾക്ക് എക്കോസിസ്റ്റത്തിലെ OnPassive എക്കോസിസ്റ്റത്തിന്റെ വെബ്സൈറ്റ് അടിക്കുമ്പോൾ ഈ ഇന്റർഫേസ് വരും. ഇവിടെ ലോഗിൻ ഉണ്ട്. ഈ ലോഗിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ പാസ്വേഡ് ഇമെയിൽ ID എൻ്റർ ചെയ്യാം. ഇപ്പൊ എൻ്റെ ഇമെയിൽ ID ദെൻ പാസ്വേഡ്, ലോഗിൻ ടു എക്കോസിസ്റ്റം. എൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇവിടെ നമുക്കൊരു അഫിലിയേറ്റ് ലിങ്ക് കിട്ടും. ഈ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകളെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് സെൻഡ് ചെയ്താൽ മാത്രം മതിയാകും. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ കിട്ടുന്നത്. ഇവിടെ ഓമെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഓനെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഓട്രിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത്? ഈ ഓമെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓനെറ്റ് നമ്മുടെ ഫേസ്ബുക്ക് പോലെ നമുക്ക് വർക്ക് ചെയ്യുന്നു. അതായത് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പൊ നമ്മൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണിത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് അയക്കുന്നതിന്, ഇമേജ് അയക്കുന്നതിന്, വീഡിയോ അയക്കുന്നതിന്, ബ്ലോഗുകൾ ചെയ്യുന്നതിന്, എന്തിനു വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ആയതിന്റെ പേരിൽ ഇത് വളരെ അഡ്വാൻസ്ഡ് ആണ്. അതായത് ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന് നമുക്ക് വിസ്മയകരമാണ്. അപ്പൊ ആ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഗൂഗിളിലാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഗൂഗിളിനേക്കാളും എത്രയോ 10 മടങ്ങ് ഇതിന് പവർ ഉണ്ട് എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രത്യേകത. അപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെമി സെർച്ച് എഞ്ചിൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓൺപാസീവ് എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് സെർച്ച് എഞ്ചിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ വന്നിട്ടുള്ളതിൽ വെച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കും. അപ്പൊ ഇതിലൂടെ നമുക്ക് മെയിലുകൾ അയക്കാം, ഓർനെറ്റ്, അങ്ങനെ നമുക്ക് ഓർനെറ്റിലൂടെ നമുക്ക് ഏത് കാര്യങ്ങളും നമുക്ക് ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ഏത് പ്രൊഫഷൻ ആയാലും, അതായത് ഇപ്പൊ ഒരു ടീച്ചറോ ബിസിനസ്മാനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ആരുമായിക്കൊള്ളട്ടെ, ഏത് പ്രൊഫഷനും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് പബ്ലിക്കിലേക്ക് അത് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്കത് എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ എടുക്കുന്ന ഒരു പ്രസന്റേഷൻ ഒരു ഇംഗ്ലീഷുകാരന് കേൾക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്തുകൊണ്ട് മലയാളത്തിൽ എടുത്ത ആ പ്രസന്റേഷൻ ഇംഗ്ലീഷിൽ അദ്ദേഹം, ഒരു അറബിക്ക് ഈ പ്രസന്റേഷൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്താൽ അദ്ദേഹത്തിന് അവിടെ നമ്മൾ മലയാളത്തിൽ എടുത്ത പ്രസന്റേഷൻ അറബിയിൽ കേൾക്കാം. ഇപ്പൊ നിലവിലെ ഏതാണ്ട് 50ഓളം ഭാഷകൾ ഇതിനകത്ത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. 190-ലധികം രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ ഇത് കണക്റ്റഡ് ആണ്. അപ്പോ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നമുക്ക് വളരെ വൈഡായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഉപകരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെ. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പ്ലാറ്റ്ഫോമില് നമുക്ക് ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ സർവീസുകളും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെയുള്ള പല സോഷ്യൽ മീഡിയകളിലും അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡ് വേർഷൻ എടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് നമ്മളുടെ പ്രൊഫഷൻ നമുക്ക് മറ്റുള്ളവരെ അറിയിക്കണം, അഡ്വർടൈസ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇവിടെ ഓർനെറ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് വളരെ നല്ല ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിന് കുറിച്ച് കൂടുതലായിട്ട് ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഇതിൽ എങ്ങനെ എൻട്രി ചെയ്യും, എൻട്രി ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത്. ഇവിടെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് മാതിരി എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. മാത്രമല്ല ഇൻ ഫ്യൂച്ചറിൽ ഈ ഫേസ്ബുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് നേരിട്ട് ആളുകളുമായിട്ട് കണ്ട് സംസാരിക്കുന്നതിനുള്ള ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഷെഡ്യൂൾ ചെയ്യാനും ഇവന്റ് ക്രിയേറ്റ് ചെയ്യാനും ക്ലബുകൾ ക്രിയേറ്റ് ചെയ്യാനും ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇവിടെ സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ഓർഡറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണുള്ളത്. ഈ ഓപ്ഷൻ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒരു ലെങ്തി ആയിട്ടുള്ള വെബ്സൈറ്റ് അഡ്രസ് ആണെങ്കിൽ അതിന് ഷോർട്ട് കട്ട് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഷോർട്ട് കട്ടിൽ അയക്കാൻ പറ്റും, ബൾക്കായിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മളിത് ചെയ്ത് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് അവര്
അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗിലേക്ക് അവരെ ഓട്ടോമാറ്റിക്കായിട്ട് കയറുകയും നമ്മൾ എന്താണോ അവിടെ കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ അത് അവർക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവർക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ സാധിക്കും. ദെൻ അടുത്തൊരു ഓപ്ഷൻ ഓ കണക്ട് ഉണ്ട് എന്ന് പറയുന്നത്. ഓ കണക്ട് എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ് മാതിരിയുള്ള ഒരു പ്രൊവൈഡറാണ്. അപ്പൊ ഇന്ന് നമ്മൾക്ക് സൂം മീറ്റ് ചെയ്യണമെങ്കിലും ഗൂഗിൾ മീറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആളുകൾക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ നമുക്ക് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് വെർഷൻസ് എടുക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അവിടത്തെക്കാളും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇവിടെ പെയ്ഡ് വെർഷൻ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് വേൾഡ് വൈഡ് നമുക്ക് കണക്റ്റഡ് ആണ് എന്നുള്ളത്. മാത്രമല്ല ഇതിനകത്ത് നമുക്ക് മാസ് ആയിട്ടുള്ള ഓഡിയൻസിനെ നമുക്ക് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഇതിനകത്ത് എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ്. എൻട്രി ചെയ്യുന്നതിന് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വരുന്ന ലിങ്ക് അക്സെപ്റ്റ് ചെയ്ത് അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഇത് ഫ്യൂച്ചർ നെറ്റ്വർക്ക്, ഫ്യൂച്ചർ ഇന്റർനെറ്റ് ആണ്. അപ്പോൾ ഇത് ഏറ്റവും വലിയ ബൃഹത്തായ സംരംഭം തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാം. അത് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മുടെ സൈറ്റിൽ ട്രാഫിക് വരുന്നതനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ റിട്ടേൺസും ഇവിടെ കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, എൻട്രി ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. പലർക്കും രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ലിങ്കുകൾ അയക്കേണ്ടത് ഓൺലി ഇമെയിൽ ത്രൂ ആയിരിക്കണം. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സിസ്റ്റം നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ഈ സൈറ്റ് പബ്ലിക്കിലേക്ക് കമ്പനി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോ ഇതിലെ വരുന്ന ആളുകളുടെ ഇതനുസരിച്ചിട്ടാണ് ഇതിനകത്ത് നിന്ന് ഇത് പബ്ലിക്കിലേക്ക് പോവുക. ഇത് ഇൻ ഫ്യൂച്ചറിൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഇത് പബ്ലിക് ആവും എന്നുള്ളത് തന്നെയാണ്. പബ്ലിക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന റവന്യൂ എന്ന് പറയുന്നത് വളരെ വലിയ റവന്യൂ ആണ്. ആ റവന്യൂവിന്റെ 50% ഇത് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് തന്നെ പേ ബാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻട്രി ചെയ്യുക. ആദ്യം എൻട്രി ചെയ്തതിന് ശേഷം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഫേസ്ബുക്ക്, ഗൂഗിള്, ട്വിറ്റർ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊന്നും നമുക്ക് ആർക്കും ഒരാളും ഒരു റിട്ടേൺസും തരാറില്ല. പക്ഷെ അവർക്കെല്ലാം അതിനകത്ത് കൂടി മില്യൺസ് ആൻഡ് ട്രില്യൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് മാനേജ്മെന്റിന്. അപ്പോൾ ഇവിടുത്തെ മാനേജ്മെന്റിന് കിട്ടുന്ന റിട്ടേൺസിന്റെ 50% ഇത് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് പേ ബാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ മെയിൽ ഐ ഡി സെൻഡ് ചെയ്ത് തരിക. നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഇതിൽ എൻട്രി ചെയ്യാനായിട്ടുള്ള ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ആ ലിങ്ക് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ എൻട്രി ചെയ്ത് ബാക്കി കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ വ്യക്തതയും മനസ്സിലാക്കാനും സാധിക്കും. Okay, bye bye. Wish you all the best. Thanks for watching this video.